പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ലോക നേതാക്കളെല്ലാം ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയെ നേരിൽ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ ആരാഞ്ഞു. ഭീകരാക്രമണത്തിന് ഒരു ന്യായീകരണവും ഇല്ല എന്നും അക്രമത്തിൻ്റെ സൂത്രധാരന്മാർക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞു. ഇസ്രയേലും UAEയും സൗദിയും ഉൾപ്പെടെ ആക്രമണത്തെ അപലപിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ലോക ശ്രദ്ധ അല്ലെങ്കിൽ ലോകം തന്നെ ഈ ഭാരതത്തിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തെ അപലപിക്കുകയാണ്. പ്രധാനപ്പെട്ട ലോക നേതാക്കളൊക്കെ തന്നെ, അമേരിക്ക, റഷ്യ, അതിൻ്റെ രാഷ്ട്രത്തലവന്മാരൊക്കെ തന്നെ ശക്തമായ ഭാഷയിലാണ് ഈ ഭീകരാക്രമണത്തെ എതിർത്തിട്ടുള്ളത്. ഈ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകണം എന്ന് തന്നെ അവർ ആവശ്യപ്പെടുന്നു. നമുക്കറിയാം, അമേരിക്ക പോലുള്ള രാജ്യങ്ങളും വളരെയധികം ഭീഷണി നേരിടുന്ന, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഭീകരരുടെ വലിയ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളാണ്. അവരൊക്കെ തന്നെ ഭീകരർക്കെതിരായ ശക്തമായ നടപടികളും കൈക്കൊള്ളുന്നതാണ്. അപ്പോഴാണ് ഭാരതത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നടന്ന ഈ ഭീകരാക്രമണം, അതിൽ വിദേശികൾ കൂടി കൊല്ലപ്പെടുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നു, അല്ലെങ്കിൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നു. അങ്ങനെ തന്നെ വേണ്ടേ ലോക നേതാക്കളുടെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ? ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, ഈ ലോക നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും, അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സെലൻസ്കിയും എല്ലാവരും തന്നെ ഇത്തരത്തിൽ കൃത്യമായ നിലപാടുകൾ, ഭീകരവിരുദ്ധ നിലപാടുകൾ അറിയിക്കുകയും അതിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നുവെന്നും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര സന്ദർശനങ്ങളിലെല്ലാം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ആശയം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഏറ്റവും മുന്നോടിയായി ഉയർത്തിപ്പിടിച്ച, ഏറ്റവും മനുഷ്യത്വഹീനമായ പ്രവർത്തിക്കെതിരായ കർശന നിലപാടുകളായിട്ടാണ്, തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ പ്രധാനമന്ത്രി ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചത്, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ആ നിലപാട് ഷോക്കേസ് ചെയ്യാൻ ശ്രമിച്ചത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു ബോധ്യപ്പെടുത്തലിന്, അല്ലെങ്കിൽ ആ ഒരു നീക്കത്തിന് ലഭിച്ച വലിയൊരു പിന്തുണയാണ് ഇപ്പോൾ ലോക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ ഭീകരാക്രമണത്തിനെതിരെ ഉണ്ടാകുന്ന പ്രതികരണമെന്ന് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 10 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ NDA സർക്കാരും തുടരുന്ന ഭീകരവിരുദ്ധ നിലപാടുകൾക്കെതിരെ കൃത്യമായ ഒരു അംഗീകാരം ലോകം നൽകുന്നു എന്നതിന് തെളിവ് കൂടിയാണ് ഈ പിന്തുണ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ഭാരതത്തോടൊപ്പമാണെന്നും ഇവർക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഈ ഭീകരർക്കെതിരെ കൈക്കൊള്ളണമെന്ന കർശന നിലപാട് അറിയിക്കുകയും ചെയ്യുകയും അതിനുള്ള പിന്തുണ, ഏത് തരത്തിലുള്ള പിന്തുണയാണെങ്കിലും അത് നൽകുകയുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതാണ്, തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് തിരിച്ചയക്കുന്നതും ആ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനപരമായി ട്രംപ് മുന്നോട്ട് വെച്ച ആശയം ഭീകരവിരുദ്ധ ആശയം തന്നെയാണ്. അത്തരത്തിൽ ഭീകരവിരുദ്ധമായ ഒരു ആശയം, ഭീകരതയുടെ ദുരന്ത ഫലങ്ങൾ വൻതോതിൽ അനുഭവിച്ച രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ് അമേരിക്കയും അതുപോലെ തന്നെ ഭാരതവും തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ ഒരു അടിസ്ഥാന, അല്ലെങ്കിൽ ഈ നിലപാടുകളുടെ അടിസ്ഥാന തത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ അപലപനവും അതുപോലെ തന്നെ ഭാരതത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടും ഉണ്ടാവുകയും ചെയ്തു. കേവലം അവർ സ്വന്തം നാട്ടിലെ ആരെങ്കിലും അതിൽ പെട്ടു എന്നതിനപ്പുറം ലോകത്തെ തന്നെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ ഒരു വിഷയം എന്ന നിലയിലാണ് ലോക നേതാക്കളെല്ലാം തന്നെ ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത്. സ്വാഭാവികമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇക്കാര്യത്തിൽ ഭാരതത്തോട് ഏറ്റവും അനുഭാവപൂർണമായ, അല്ലെങ്കിൽ ഏറ്റവും പിന്തുണ നൽകുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അറിയിച്ചത്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹവും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യമെടുത്താലും ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും വലിയ തീവ്രവാദ ശക്തികളുടെ ഉപദ്രവം തുടർച്ചയായി സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഭാരതത്തോടൊപ്പം തന്നെ ആ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ചെറിയ രാജ്യം കൂടിയാണ്. സ്വാഭാവികമായും അതിന്റെ ദുരന്ത ഫലങ്ങൾ അറിയുന്ന, വേദന തിരിച്ചറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഭാരതത്തിന് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ കർശന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹവും ഈ സംഭവത്തിൽ ഭാരതത്തോടൊപ്പം എന്ന നിലപാട് അറിയിച്ചുകൊണ്ടുള്ള സന്ദേശം പ്രധാനമന്ത്രിക്ക് കൈമാറി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നായാലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഉറച്ച പിന്തുണ തന്നെയാണ് ഭാരതത്തിന് ഈ ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് അനുകൂലമായി ലഭിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു വസ്തുത, പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് തുടർച്ചയായി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതം പറയുന്ന ആ പ്രശ്നത്തെ വീണ്ടും തെളിവോടുകൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു
സാധിക്കുന്നു എന്നതാണ്. സ്വാഭാവികമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായ ഒരു യോഗം, ക്യാബിനറ്റ് യോഗം ചേരുന്നു. അമിത്ഷാ കാശ്മീരിൽ എത്തിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ ലഭ്യമാക്കുന്ന ഒരു സൂചനയുണ്ട്. പാകിസ്ഥാന്റെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്ന നിലപാടുകൾ അത് പല രീതിയിലുണ്ട്. പല രീതിയിലുള്ള ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്ന ധാർമ്മികമായ അല്ലെങ്കിൽ ഒരു ഭീകരർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ഭീകരതയിലേക്ക് ആൾക്കാരെ ചേർക്കുന്നതിനുള്ള നീക്കം നടത്തുക, അത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമായി കാശ്മീരിലെ യുവാക്കളെ ഭീകരതയിലേക്ക് ആകർഷിക്കുക, അവരെ പല രീതിയിൽ ആകർഷിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം പാകിസ്ഥാൻ നടത്തുന്നത് മുതൽ ആയുധങ്ങൾ ലഭ്യമാക്കുകയും നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു സ്വഭാവം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ പാകിസ്ഥാന്റെ ഈ ഇടപെടൽ, ഈ വിഷയത്തിൽ പഹൽഗാമിന്റെ കാര്യത്തിലായാലും പാകിസ്ഥാന്റെ ഇടപെടൽ ഏതാണ്ട് വ്യക്തമായി തന്നെ നമുക്ക് തെളിയിക്കാനും സാധിക്കുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അതിന് പിന്നിൽ പാകിസ്ഥാനാണ് എങ്കിൽ കൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പോലും കൃത്യമായും അന്വേഷണത്തിന്റെയും അതുപോലെ തന്നെ ആക്രമണത്തിന്റെയും സൂചന പാകിസ്ഥാനിലേക്ക് നീളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. NIA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരായ കടുത്ത നിലപാടുകൾ ഉണ്ടാകുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ കൂടി അതിന് ലഭിക്കുമെന്നതിന് തെളിവ് കൂടിയാണ് ഈ ലോക നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം, പ്രത്യേകിച്ച് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം. ഭീകരവിരുദ്ധ സഖ്യം G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിലെല്ലാം തന്നെ G20 രാഷ്ട്രങ്ങളുടെ നിരവധി തലവന്മാർ ഇത്തരത്തിൽ അനുശോചനവും അറിയിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം നിൽക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം, തൊട്ടു മുമ്പത്തെ വർഷം നടന്ന G20 സമ്മേളനത്തിലെല്ലാം തന്നെ ഭാരതം മുന്നോട്ട് വെച്ച പ്രധാന സഖ്യങ്ങളിൽ ഒന്നാണ് അന്താരാഷ്ട്ര ഭീകരവിരുദ്ധ സഖ്യം. ആ ഭീകരവിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമായി ലോകം മുന്നോട്ട് പോകുന്നു എന്നതിനെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് അന്താരാഷ്ട്ര നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ലോകരാഷ്ട്രങ്ങൾ പലതും, അതായത് ലോകത്തിന്റെ ഗ്ലോബൽ സൗത്ത് ആയാലും അല്ലാത്ത പടിഞ്ഞാറൻ രാജ്യങ്ങളായാലും എല്ലാം തന്നെ വളരെ കൃത്യമായ ഭീകരവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളും അതുപോലെ ഭാരതവും തമ്മിൽ നിരവധിയായ കരാറുകൾ, നയതന്ത്ര തരത്തിലുള്ള കരാറുകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി ഈ ആർജവത്തോടെയുള്ള പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഇക്കാര്യത്തിൽ ഭാരതം എടുക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കും. ഭാരതം ഭീകരർക്കെതിരായി നടത്തുന്ന ശക്തമായ നടപടികൾക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണ കൂടിയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നത്. അക്രമം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി വേണം, അവർ കൃത്യമായി തിരിച്ചടി നൽകണം എന്നുള്ള തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റും ഒക്കെ തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.